ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Paytm ആപ്ലിക്കേഷനിൽ നമുക്ക് വിത്തൗട്ട് ഡെബിറ്റ് കാർഡ്, സോ നിങ്ങൾക്ക് ATM കാർഡ് ഇല്ലാതെ തന്നെ Paytm ആപ്ലിക്കേഷനിൽ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തുകൊണ്ട് UPI പിൻ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ പല ആളുകളും Paytm ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചിലപ്പം ATM കാർഡ് ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ATM കാർഡ് മിസ്സായിരിക്കും. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്ത് ഡൗട്ട്സിനും നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിരിക്കുക മസ്റ്റ് ആയിട്ട്. സോ ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ ലൂട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുക. ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ ലിങ്ക് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം പ്രൊസീഡ് സെക്യൂറിൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ വെരിഫൈ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ SMS പോകാനും വരാനുമുള്ള ബാലൻസ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. സോ ഓക്കെ, അതിനുശേഷമുള്ള ഇന്റർഫേസ് ഇതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് ബാങ്ക് എന്ന് കാണാൻ സാധിക്കും. സോ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത് വന്നിട്ടുള്ള ബാങ്ക് ഏതൊക്കെയാണെന്ന് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫൈൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഈ ഒരു നമ്പറുമായിട്ട് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് ഇപ്പോൾ ലിങ്ക് ആയിട്ടുള്ളത്. സോ നമുക്കത് ലഭിക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഓക്കെ, അപ്പം നമ്മൾ കനറ ബാങ്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കനറ ബാങ്ക് നമ്മുടെ ഈ ഒരു നമ്പറുമായി ലിങ്കായി വന്നിട്ടുള്ള ഒരു ബാങ്കാണ്. സോ ഓക്കെ, അപ്പോൾ അതിനുശേഷം താഴെ കാണുന്ന ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ബാനർ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. സ്ക്രോൾ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ UPI ആൻഡ് പേയ്മെന്റ് സെറ്റിംഗ് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ ലിങ്ക് ചെയ്തിട്ടുള്ള കനറ ബാങ്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിന് താഴത്തായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് പിൻ എന്നായിരിക്കും. സോ നിങ്ങൾ പുതുതായിട്ട് ഇതിൽ ആഡ് ചെയ്യുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ സെറ്റ് പിൻ എന്നായിരിക്കും. സോ സെറ്റ് പിൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ATM കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. സോ ഓക്കെ, ഇനിയാണ് നമ്മുടെ കളി നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ വീഡിയോക്ക് ജസ്റ്റ് ലൈക്കും കൂടി സബ്സ്ക്രൈബും കൂടി ചെയ്തു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് കൂടി വഴിക്ക് ഞാൻ പറഞ്ഞു തരാം. സോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഹോമിൽ പോവുക. അപ്പം ഡിസ്ക്രിപ്ഷനകത്ത് ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ നൽകുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറുക. അതിനുശേഷം ഭീം UPI എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ടെലഗ്രാം ചാനൽ പുതിയ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വില കുറഞ്ഞു വരുന്ന ഓഫേഴ്സ് വരുന്ന പ്രൊഡക്റ്റുകളുടെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഇന്റർഫേസ് ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പരമാവധി നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബാനർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ സാധിക്കും. അതിന് താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വരാനുള്ള പെർമിഷൻസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ അതൊന്ന് അലോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ 2 സിം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള സിം ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയും നിങ്ങളുടെ സിമ്മിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, SMS പോകാനും വരാനുമുള്ള ബാലൻസ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ SMS സെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഗ്രീൻ ടിക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഓക്കെ, അപ്പോൾ നമുക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം പിന്നീട് ചോദിക്കുന്നത് നിങ്ങളുടെ പാസ്കോഡാണ്. അപ്പോൾ നിങ്ങളൊരു പാസ്കോഡ് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ ജസ്റ്റ് നിങ്ങൾ 4 ഡിജിറ്റ് ഒരു UPI പിന്ന് പോലെ ഒരു പാസ്കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ എപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഈ ഒരു പാസ്കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനിലോട്ട് എൻ്റർ ആവാൻ പറ്റുള്ളൂ. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ബാനർ വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഡോണ്ട് ഷോ ദ മെസ്സേജ് അഗെയിൻ കാണാൻ സാധിക്കും. അത് കൊടുത്തിട്ട് ക്യാൻസൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
സോ ഓക്കെ, അതിനുശേഷം നിങ്ങൾ മുകളിലായിട്ട് നിങ്ങൾക്കൊരു ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ ലിങ്ക് ആയി വന്നിട്ടുള്ള, അതായത് ഈ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ കാണാൻ സാധിക്കും. സോ നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴത്തെ ഒരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പ്ലസ് ബട്ടൺ. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ബാങ്ക് അക്കൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് ഇതിൽ ഏതാണോ ആ ഒരു ബാങ്ക് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം താഴെ കാണുന്ന മൈ ബാങ്ക് ഈസ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിന് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ലിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫോർഗെറ്റ് യു പി പിൻ എന്ന് കാണാൻ സാധിക്കും. സോ നിങ്ങൾ ഇതുവരെ യു പി പിൻ സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെറ്റ് യു പി പിൻ എന്നായിരിക്കും ആ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുക. സോ എന്തായാലും രണ്ട് രീതിയിൽ ചെയ്യുകയാണെങ്കിലും ഒരേപോലെ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഫോർഗെറ്റ് യു പി പിൻ എൻ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ ഡെബിറ്റ് കാർഡ് ഉണ്ട്, ആധാർ നമ്പർ ഉണ്ട്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആധാർ കാർഡ് നമ്പർ വെച്ച് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ആധാർ കാർഡ് നമ്പറിന് ശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആക്സെപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ആദ്യത്തെ 6 ഡിജിറ്റ് നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. സോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫെസിലിറ്റി എല്ലാ ബാങ്കിനും ഇല്ല. ഓക്കെ, ഈ ഒരു ആധാർ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക് വളരെ ചുരുക്കമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി ഇവിടെ കാണുന്നില്ല, ആധാർ കാർഡ് ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. സോ ഈ ഒരു കാനറ ബാങ്കിന് ഈ ഒരു ഫെസിലിറ്റി ഉണ്ട്. സോ വളരെ ചുരുക്കം ബാങ്കുകൾക്ക് മാത്രമാണ് ഈ ഒരു ആധാർ കാർഡ് നമ്പർ ഉപയോഗിച്ച് യു പി പിന്നെ സെറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ ഓക്കെ, അപ്പം ഞാനിവിടെ ആധാർ കാർഡിൻ്റെ ആദ്യത്തെ 6 ഡിജിറ്റ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചില ബാങ്കുകൾക്ക് അവസാനത്തെ 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കും ചോദിക്കുക. അത് നിങ്ങളുടെ ബാങ്ക് ഏതാണോ അതിനനുസരിച്ചായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾ ഈ ഒരു ഭാഗത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് OTP ആയി വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP കൂടിയും ജസ്റ്റ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോക്ക് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും സെറ്റ് 6 ഡിജിറ്റ് യു പി പിൻ. സോ ഈ ഒരു കാനറ ബാങ്കിന് 6 ഡിജിറ്റ് യു പി പിൻ ആണുള്ളത്. സോ നിങ്ങളൊരു SBI അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫെഡറൽ ബാങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 4 ഡിജിറ്റ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ ഓക്കെ, അപ്പം അത് നിങ്ങളുടെ ബാങ്ക് അനുസരിച്ചായിരിക്കും. സോ നിങ്ങൾക്ക് പുതുതായിട്ട് ഒരു യു പി പിൻ ഇവിടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഈ യു പി പിൻ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഗൂഗിൾ പേയിലും ഫോൺ പേയിലും പേടിഎമ്മിലൊന്നും നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ പേയുടെ യു പി പിന് സെറ്റ് ചെയ്യാൻ പറയില്ല. സോ ഓട്ടോമാറ്റിക്കലി അത് സെറ്റായി വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.